വെൽക്കം ബാക്ക്. കേരള എല്ലാ ഗെയിമിംഗ് സുഹൃത്തുക്കളും വേറെ വെറൈറ്റി വീഡിയോയിലേക്ക് ആർഗമായി സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫിയേഴ്സ് ടു ഫാതമിൻ്റെ ഒരു എക്സാക്ട് കോപ്പി ആൻഡ്രോയിഡ്, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പി ആൻഡ്രോയിഡ് വെർഷൻ ഒരു ഗെയിമാണ്. ഗെയിമിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോറേജ് ടു ഫിയറോ അങ്ങനെ എന്തോ മറ്റാണ്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോക്കിംഗ് ഗെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് പറഞ്ഞു തരാൻ അത്രയ്ക്ക് അറിയില്ല, ഭയങ്കര പാടുമാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീട്. ഐ തിങ്ക് ഇതാണ് നമ്മുടെ വീട്. ഞാൻ ആദ്യം കളിച്ചിട്ടില്ല ഈ ഗെയിം, കണ്ടിട്ടുണ്ടെന്നല്ല, ഞാൻ കണ്ടാണ് ഇത് കയറ്റിയത്. പക്ഷേ എസ്കേപ്പൊക്കെ എങ്ങനെയാ അറിയില്ല, ചെറുതായിട്ട് പേടിച്ച്. പക്ഷേ എസ്കേപ്പൊക്കെ എങ്ങനെയാ എന്തുവാടാ. ഓക്കെ, നമുക്ക് സൈഡിൽ ടാസ്ക് കാണിക്കുന്നുണ്ട്. ടേക്ക് ദ എലവേറ്റർ ഡൗൺ. ഓക്കെ, ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങണം നമുക്ക് ആദ്യം. ഓക്കെ, ഞാനിപ്പോൾ മൗസും കീബോർഡൊക്കെ വെച്ചാണ് കളിക്കുന്നത്. സോ ഇത് പഴയ മൗസാണ്, ഇത് പഴയ പീസിൻ്റെ മൗസാണ്. സോ ഇതിലമ്പഴി നമുക്കിനി പുറത്തോട്ടിറങ്ങി എലവേറ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ എത്രാമത്തെ ഫ്ലോറിലാണ്? മേളിലോട്ട്. നമ്മൾ അത്യാവശ്യം നല്ല മേളിലാണ്. നമുക്ക് വീടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും വീടൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. 6ാമത്തെ നിലയായിട്ടുണ്ട്, 7ാമത്തെ നിലയായിട്ടുണ്ട്, 9ാമത്തെ ഫ്ലോറാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ 9ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആദ്യം കയറിയിട്ട് ഇതിൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കണം. അതുകൊണ്ട് ഫോൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫോൺ. ഓക്കെ, അമ്മ എന്തോ മെസ്സേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 15 വയസ്സുകാരനാണ്. സോ നമ്മുടെ അമ്മയും അച്ഛനും, അതായത് ഫാമിലി റിലേറ്റീവ്സിനെ കാണാൻ പോയിട്ടാണ്. സോ ഇവിടെ നമ്മൾ വിവെയർ ആയിരിക്കണം, അതായത് നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. കാരണം ഇതാണല്ലോ സംഭവം, അതാണ്. അപ്പോൾ പാഴ്സൽ എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാസ്ക് സൈഡിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്തായാലും പാഴ്സൽ എടുക്കാം. അത് 2ാമത്തെ ബോക്സിലുണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പാഴ്സൽ ബോക്സ് ഇട്ടിട്ടുണ്ട്. ഇനി തിരിച്ച് ഈ പാഴ്സൽ നമുക്ക് വീടിൻ്റെ മേളിൽ കൊണ്ടുപോയി വെക്കണം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ 9ാമത്തെ ഫ്ലോറിൽ പോയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഈ പാഴ്സലൊക്കെ വെച്ചിട്ട് അവിടെ തൊട്ടാണ് ഗെയിം തുടങ്ങി. ഇപ്പം നല്ല കോസി വൈബായിട്ടാണ് പോകുന്നത്. ഐ ലൈക്ക് സോ മച്ച് ദിസ് ഗെയിം ബിക്കോസ് ഐ ലവ് സിമുലേഷൻ, അതായത് റിയൽ ലൈഫ് സിമുലേഷൻ ഗെയിംസ്. ഇങ്ങനെ ഓരോ ഇങ്ങനെ ചായ ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ അങ്ങനത്തെ ഗെയിമൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എത്ര ഗെയിം വെച്ചാലും ഇങ്ങനത്തെ ഗെയിമൊക്കെ ആയിരിക്കും എൻ്റെ ആദ്യം കളിച്ചു. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഈ റൂമൊക്കെ നമുക്ക് നോക്കാം. ഐ ആം ഹംഗ്രി. എന്തോ ഇനി നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കണം. ഇതാണ്ട് ഇവിടെ കിച്ചണുണ്ട്. സോ ഇനി നമുക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതാണ്ട് ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ട്. റീഹീറ്റ് ദ ഫുഡ്. ഓക്കെ, ഇവിടെ തന്നെ ഓവൻ ഇരിപ്പുണ്ട്. ഓക്കെ, പുള്ളി റിച്ച് ആണെന്ന് തോന്നുന്നു, നല്ല വൈബായിട്ട്. ഇവിടെ ഞാൻ ഓക്കെ, ഐ തിങ്ക് നമ്മളൊരു സിറ്റി ലൈഫാണ്. നമ്മൾ അത്യാവശ്യം റിച്ച് ആണെന്ന് തോന്നുന്നു. സോ നമ്മളൊരു അപ്പാർട്ട്മെൻ്റൊക്കെ എടുത്താണ് നല്ല വൈബായിട്ട് താമസിക്കുന്നത്. വീടൊക്കെ കാണില്ല, ഇത് തന്നെ അത്യാവശ്യം നല്ല റിച്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഇവിടെ തന്നെ ഡൈനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നമുക്കിനി ഭക്ഷണം കഴിക്കാം. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ടാസ്ക്. സോ ഇവിടെ ഭക്ഷണം, അതാണ്ട് ഇവിടെ ഭക്ഷണമുണ്ട്, നമുക്ക് കഴിക്കാം. കൺസ്യൂം. സൗണ്ട് വരെ നല്ല റിയാലിറ്റി ഉണ്ട്. ഐ ലവ് ദിസ് സോ മച്ച്. സോ എന്തായാലും നല്ല ബെസ്റ്റ് ട്രൈ. അതായത് ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ, ആൻഡ്രോയിഡ് ഗെയിമേഴ്സ് ആണെങ്കിൽ, ഇങ്ങനത്തെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ബെസ്റ്റ് ഗെയിമാണ്, മസ്റ്റ് ട്രൈ ഗെയിമാണ്. സോ നമുക്ക് ഉറങ്ങാനുള്ള സമയം എന്നാ അതിൻ്റെ പരിപാടി. നമ്മളിപ്പോഴല്ലേ എഴുന്നേറ്റ്. ഐ ഡോണ്ട് നോ. ടേൺ ഓഫ് ദ ഓൾ ലൈറ്റ്സ്. ഓക്കെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ഓക്കെ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാനും. ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഓക്കെ, അവിടെ ലൈറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ഇതേതാ റൂം? അതാണ്ട് ഇവിടെ കണ്ടൊരു സ്വിച്ച് ബോർഡ് ഞാൻ കണ്ടായിരുന്നു. അതെ, ഇതാണ്ട് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇനി വേറെ വല്ല റൂമുണ്ട്. ഐ തിങ്ക് നമ്മുടെ ബെഡ്റൂമിലെ ലൈറ്റ് ഓണാണ്.
നമുക്ക് ഇനി അതും കൂടി പോയി ഓഫാക്കിയിട്ട് കിടന്നുറങ്ങും. ഇവിടെ അതാണ്ട് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാത്തിൻ്റെ റൂം തുടങ്ങുന്നിടത്ത് തന്നെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ഓക്കെ, ഗോ ടു ബെഡ്. ഓക്കെ, നമുക്കിനി ഇവിടെ കിടന്ന് ഉറങ്ങണം. എടാ വാതിൽ അടച്ചിരുന്നേ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഗെറ്റപ്പ്. നമുക്ക് എഴുന്നേറ്റിട്ട് അതെന്താന്ന് നോക്കാം. അവിടെ അതാണ്ട് ഇവിടെ ഈ ഹോളിൽ കൂടി നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, 6 കാലം. ഇവിടെ ഇയാളല്ല നമ്മൾ ആദ്യം. ഓക്കെ, ഭാഗ്യത്തിന് നമ്മള് ഇവിടെ മൈക്രോഫോണിന്റെ ശബ്ദം പിടിക്കും ഗൈസ്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. സോ നമ്മള് അത് ഓഫാക്കിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഓക്കെ, ഇതാണ്ട് അയാൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. നമ്മളെ കണ്ടുപിടിക്കുക. കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കുന്ന കുറേ സ്റ്റോക്കിംഗ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ പോട്ടെ. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഇവിടെ ഓക്കെ, അയാൾ അങ്ങോട്ടല്ലേ പോയി, നമുക്കില്ല വഴി പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഐ തിങ്ക് നമ്മളിപ്പോൾ സേഫാണ്. അയ്യോ, അതാണ്ട് അയാൾ അങ്ങോട്ട് പോകും. അത് നമ്മുടെ വീട് പുറത്തോട്ട് എസ്കേപ്പ് യൂസിങ് എലവേറ്ററാണ് കാണിക്കുന്നത്. നമുക്കപ്പോൾ ലിഫ്റ്റ് യൂസ് ചെയ്ത് വേണം എസ്കേപ്പ് ചെയ്യാൻ. അയാളിപ്പോൾ അങ്ങോട്ടാണ് പോയത്, അത് അങ്ങോട്ടാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അയാൾ എങ്ങോട്ട് പോകുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പിടിക്കാം. സോ ഗൈസ്, ഐ ആം വെരി എക്സൈറ്റഡ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ട് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫിയേഴ്സ് ടു ഫേതം ലൈക്ക് ഗെയിം കളിക്കുന്നതും. ഇതൊരു ഫ്രീ ആൻഡ്രോയിഡ് ആപ്പ് ആയതുകൊണ്ട്, ഗെയിം ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അയാൾ അങ്ങോട്ട് പോയി. സോ ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അതാണ്ട് അവിടെ ഇല്ലം വഴിയാണ്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യേണ്ടത്. ഇച്ചിരി ചെറിയ ലെങ്ത് ഉള്ളതെന്ന് തോന്നി ഗെയിം. ഇല്ലം വഴി കയറാൻ പറ്റും ഇല്ല. ഓക്കെ, നമ്മൾ എലിവേറ്റർ എത്തിയിട്ടുണ്ട്. ഇത്ര ഉള്ള ഗെയിം. ഓക്കെ, നമ്മൾ രക്ഷപ്പെട്ടു. ഐ തിങ്ക് ഇത്ര ഉള്ള ഗെയിം ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനി താഴോട്ട് പോയിട്ട് വല്ല എന്തെങ്കിലും പാടുകളൊന്നും ഉണ്ടാകുന്ന അറിയില്ല. ബട്ട് ഐ തിങ്ക് നമ്മൾ ഈ ഗെയിം എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ഗെയിമായിട്ട് അധികം പേടിക്കാവുന്നില്ല. ബട്ട് ചില ഇതിനകത്ത് മാത്രം ഇച്ചിരി പേടിക്കണ്ടേ. എനിക്ക് ആ കിയോളി കൂടി നോക്കിയപ്പോൾ ഒന്ന് ഓക്കെ പേടിച്ച്. വലിയ രീതിക്ക് കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു. ഓക്കെ, ഇത് ഡെമോ ഗെയിമായിരുന്നു. ഇനി ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ട് ഇവർ വേറെ ഗെയിമൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ്, അതായത് വോക്ക് ത്രൂ ഫസ്റ്റ് ചാപ്റ്റർ 1 ആണ്. ഇതിൻ്റെ ചാപ്റ്റർ 2 മറ്റൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഗൈസ്, എന്തായാലും മസ്റ്റ് ട്രൈ ഗെയിമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് നോക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ ഉണ്ട് ലൈക്ക് ചെയ്യാത്തവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈയിടെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ ഇത്രയും കൊണ്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ.